ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും നമസ്കാരം. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈം കട്ട് എന്ന മൂവിയുടെ എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ. തുടർച്ചയായിട്ട് ഒരു ടൗണിൽ 4 കൊലപാതകം നടക്കുന്നു. ആ കൊലപാതകി ആരാണെന്ന് 20 വർഷം കഴിഞ്ഞിട്ടും പോലീസുകാർക്ക് കണ്ടുപിടിക്കാനുമായിട്ടില്ല. കഥയിലെ നായികയായ ലൂസിയുടെ ചേച്ചിയും ഈ ഒരു കൊലപാതകത്തിൽ മരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ചേച്ചി മരിച്ച 2003 കാലഘട്ടത്തിലേക്ക് ആക്സിഡന്റലി അവൾ ടൈം ട്രാവൽ ചെയ്ത് പോകുവാണ്. അതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ലൂസിക്ക് അവളുടെ ചേച്ചിയെ രക്ഷിക്കാൻ സാധിക്കുമോ? ആ കൊലപാതകി ആരാണെന്ന് കണ്ടെത്താനായിട്ട് കഴിയുമോ? അതൊക്കെ നമുക്ക് കണ്ടറിയാം. കൂടുതൽ പറഞ്ഞ സമയം കളയാതെ നമുക്ക് മൂവിയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ മൂവി ടൈം കട്ട്. മൂവി തുടങ്ങുമ്പോൾ ഏപ്രിൽ 18, 2003 എന്ന് കാണിക്കുന്നുണ്ട്. സമ്മർ എന്ന പെണ്ണിനെയും കാണിക്കുന്നുണ്ട്. ആ നഗരത്തിലെ 3 പേരെ ഒരു സീരിയൽ കില്ലർ കൊന്നിരിക്കുവാണ്. സമ്മറിന്റെ കോളേജിലെ കൂട്ടുകാരാണ് അവര്. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ അന്ന് രാത്രി ഒരു പാർട്ടി നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് സമ്മർ വന്നിരിക്കുന്നത്. അവിടെ വെച്ച് ക്യൂൻ എന്ന പയ്യനെ കാണുവാണ്. അവന്റെ കയ്യിലാണെങ്കിലോ ഒരു ചുവന്ന എൻവലപ്പുള്ള ഒരു ലെറ്റർ ഉണ്ട്. അതൊരു ലവ് ലെറ്റർ ആണ്. അത് സമ്മറിന് കൊടുക്കാനായിട്ട് വന്നിരിക്കുവാണ്. എന്നാൽ അങ്ങോട്ടേക്ക് ഈതൻ എന്നൊരു പയ്യൻ വരുന്നു. സമ്മറിനെ പാർട്ടിക്ക് വിളിച്ചുകൊണ്ട് പോകുവാണ്. ക്യൂനാണെങ്കിൽ ലെറ്റർ കൊടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടത്തിൽ പുറത്തു നിൽക്കുവാണ്. അങ്ങനെ അവിടെ പാർട്ടി നടക്കുകയാണ്. ആ പാർട്ടിക്കിടയിൽ ഈതൻ മരിച്ചുപോയ അവരുടെ ഫ്രണ്ട്സിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവരുടെ ഡ്രിങ്ക്സിന്റെ കപ്പ് ഉണ്ടല്ലോ അത് മുകളിലോട്ട് പിടിച്ചിട്ട് ഒരു പ്ലെഡ്ജ് എടുക്കുവാണ് കേട്ടോ. റയാൻ, വാൽവ, എമ്മി എന്നിവരാണ് ആ സീരിയൽ കില്ലർ കൊന്നിരിക്കുന്നത്. പോലീസുകാർ ഇയാളെ ഉടനെ കണ്ടുപിടിച്ചിട്ട് അവന് തക്കതായ ശിക്ഷ കൊടുക്കും എന്നവർ പറയുവാണ്. അങ്ങനെ വീണ്ടും പാർട്ടി കണ്ടിന്യൂ ചെയ്യുവാണ്. അതിന്റെ ഇടയിൽ സമ്മറിനാണെങ്കിലോ ഈ പാർട്ടി കണ്ടിട്ട് ഒരു അസ്വസ്ഥത തോന്നുവാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ നോർമലായിട്ട് പാർട്ടി നടത്താൻ തോന്നുന്നത്? എനിക്ക് അവരുടെ മരണത്തിൽ നിന്നും പുറത്തു വരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് അവള് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഇടയിൽ ഒരു പയ്യൻ വന്ന് ഈതന്റെ പുറത്ത് തട്ടുകയാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക്സ് സമ്മറിന്റെ ഡ്രസ്സിൽ സ്പില്ലാവുകയാണ്. അപ്പൊ അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവള് വാഷ്റൂമിലോട്ട് പോകും. എന്നാൽ അതിന്റെ ഇടയിൽ മുഖം മൂടിയിട്ട ഒരു കില്ലർ അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തോട്ട് പോലീസുകാർ വരുന്നു. ആ പാർട്ടി നിർത്താൻ വേണ്ടി പറയുവാണ്. എന്നാൽ സമ്മർ വാഷ്റൂമിൽ നിന്ന് അവളുടെ ഡ്രസ്സ് ക്ലീൻ ചെയ്യുവാണ്. അവള് അവിടെയുള്ള മിററിലൂടെ നോക്കുമ്പോൾ ആ കില്ലർ വരുന്നത് കാണുന്നു. അവള് വേഗം കില്ലറിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുവാണ്. അവള് വേഗം ഓടിയിട്ട് അവിടെ ഒരു ഗേറ്റിന്റെ അടുത്ത് ചെന്നിട്ട് പുറത്തുള്ളവരോട് സഹായം ചോദിക്കുവാണ്. പക്ഷേ പുറത്ത് നല്ല ശബ്ദമായതുകൊണ്ട് അവരത് കേൾക്കുന്ന പോലെ ഉണ്ടായിരുന്നില്ല. വേറെ വഴിയില്ലാത്തത് കൊണ്ട് സമ്മർ അവിടെയുള്ള ഒരു മുറിയിൽ ചെന്ന് ഒളിച്ചിരിക്കുവാണ്. എന്നാൽ ആ കില്ലർ അവളെ കണ്ടുപിടിക്കുന്നു. അയാളിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നതിന്റെ ഇടയിൽ ആ കില്ലർ സമ്മറിനെ വലിയൊരു കത്തി വെച്ച് കൊല്ലുകയാണ്. അങ്ങനെ മൂവിയുടെ ടൈറ്റിൽ കാണിക്കുവാണ്. അങ്ങനെ സീൻ അവിടുന്ന് ഷിഫ്റ്റ് ആയിട്ട് 2024 ഏപ്രിൽ 18 കാണിക്കുന്നത്. ഈ ബെഡിൽ കിടന്നുറങ്ങുന്ന ഈ പെണ്ണാണ് നമ്മുടെ ഈ മൂവിയിലെ നായികയായ ലൂസി. ഇവളുടെ ചേച്ചിയാണ് മരിച്ചുപോയ സമ്മർ. സമ്മർ മരിച്ചിട്ട് ഇപ്പോൾ 20 വർഷം കഴിഞ്ഞിരിക്കുവാണ്. 21ാമത് ഓർമ്മ ദിവസമാണ് ഇന്ന്. അങ്ങനെ ലൂസി പുറത്തിരിക്കുമ്പോൾ അവൾക്ക് നാസയിലെ ഇന്റേൺഷിപ്പ് കിട്ടിയ മെസ്സേജ് വരും കേട്ടോ. അവൾ ഈ കാര്യം വീട്ടിൽ പറയാതെ നേരെ കോളേജിലോട്ട് പോകുവാണ്. അങ്ങനെ കോളേജിൽ വന്നിട്ട് അവിടെയുള്ള സയൻസ് ടീച്ചർക്ക് ഇവൾ ഈ മെസ്സേജ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ ഈ കാര്യം അവൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുവാണ്. കാരണം നാസയുടെ ഇന്റേൺഷിപ്പ് DC-യിലാണ് നടക്കുന്നത്. അതുകൊണ്ട് വീട്ടുകാരെ എന്നെ വിടത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ കാര്യം അവരോട് പറഞ്ഞിട്ടില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അവിടെ ഒരു ആമയെ ചില്ലുകൂടിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മിസ്റ്റർ പിക്കിൾ എന്നാണ് അതിന്റെ പേര്. ഏകദേശം 20 വർഷമായിട്ട് ഇത് ഈ ചില്ലുകൂട്ടി തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ ലൂസി അവിടെ നിന്ന് ഇറങ്ങി അവളുടെ ലോക്കർ റൂമിലോട്ട് പോകുന്നതിനിടയിൽ അവിടെയുള്ള പിള്ളേര് ഈ കൊലപാതകം നടന്നതിന്റെ 21ാമത് ഓർമ്മ ദിനമാണെന്ന് ഇതുവരെ ആ കൊലയാളെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുവാണ്. ഇതൊക്കെ ലൂസി കേൾക്കുന്നുണ്ടായിരുന്നു. ആ മരിച്ചുപോയ ആ 4 പേരുടെ ഫോട്ടോ കോളേജിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ലൂസിയുടെ ചേച്ചിയായ സമ്മറിന്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത ഷോട്ടിൽ ലൂസി അവളുടെ വീട്ടിലാണ്. അവിടെ സമ്മറിന്റെ റൂം അവൾ തുറന്നു നോക്കുവാണ്. അവിടെ ആ റൂം ആരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ ഓർമ്മകൾ ഈ മുറിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ റൂം ഇപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചു വെച്ചിരിക്കുവാണ്. ലൂസി ആ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ സമ്മറിന്റെയും അവളുടെ ഫ്രണ്ട്സിന്റെയും പഴയ ഫോട്ടോസൊക്കെ ഇരിക്കുന്നത് കാണുവാണ്. അങ്ങനെ ലൂസി ഒരു റൂമിൽ ചെന്ന് നിൽക്കുന്നു. അവിടെ നിലത്ത് ഒരു പലക മാറ്റി നോക്കുമ്പോൾ അതിൽ നിന്നും ഒരു പേപ്പർ കിട്ടുവാണ്. അതില് ഞാനിപ്പോ സ്വതന്ത്രനായി, എന്നാൽ നിനക്ക് രക്ഷപ്പെടാനാവില്ല, നീ ഇതിന് ദുഃഖിക്കും എന്ന് എഴുതിയിരിക്കും കേട്ടോ. ആ പേപ്പർ ആണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരുപാട് പഴക്കമുള്ള പേപ്പറാണ്. പെട്ടെന്ന് ലൂസിയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നു. ലൂസി ആ പേപ്പർ അവര് കാണാതെ ഒളിപ്പിച്ച് പാന്റിന്റെ പോക്കറ്റിൽ വെക്കുവാണ്. അവിടെ നിന്ന് നേരെ സീൻ ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു റെസ്റ്റോറന്റിലോട്ടാണ് പോകുന്നത്. അവിടെ ലൂസിയുടെ അച്ഛനും അമ്മയും ലൂസിയും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതിനിടയിൽ ലൂസി അവൾക്ക് നാസയിൽ ഇന്റേൺഷിപ്പ് കിട്ടിയ കാര്യം പറയുന്നുണ്ട്. എന്നാൽ അവളുടെ അച്ഛനും അമ്മയ്ക്കും അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല, DC-യിലോട്ട് ദൂരം കൂടുതലാണ്. അപ്പൊ അവളുടെ അച്ഛൻ അവൾക്ക് അവരുടെ സ്ഥലമായ സ്വീറ്റ്ലിൽ തന്നെ ഒരു ഇന്റേൺഷിപ്പ് ഏർപ്പാടാക്കി തരാം, നാസയിലോട്ട് ഇപ്പൊ പോകണ്ട എന്ന് പറയുവാണ്. ഇത് കേട്ട് ലൂസി ഡെസ്പ് ആവുകയാണ്. അങ്ങനെ അവർ നേരെ സമ്മറിന്റെ ഓർമ്മ ദിവസം ആയതുകൊണ്ട് സമ്മർ കൊല്ലപ്പെട്ട സ്ഥലത്തോട്ട് പോകുവാണ്. അവിടെ നിറയെ പൂക്കളും ഫോട്ടോയും ഗിഫ്റ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് സമ്മറിന്റെ 21ാം ചരമ വാർഷികമാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് സമ്മറിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ്.
ലൂസി കാറിൽ പോയിട്ട് സമ്മറിന് വെക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് എടുക്കാൻ പോകും കേട്ടോ. പക്ഷെ അവള് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ലൂസി അവളുടെ മാല ഊരിയിട്ട് അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിക്കുവാണ്. അങ്ങനെ അതിനിടയിൽ ഒരു മെഷീനിന്റെ സൗണ്ട് കേട്ടിട്ട് ലൂസി അവിടെയുള്ള ഒരു വീട്ടിലോട്ട് പോകുവാണ്. അങ്ങനെ പതിയെ അവൾ ആ വീട്ടിലോട്ട് കയറി പോകുന്നു. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഭയങ്കര ഇരുട്ടാണ്. അത് മാത്രമല്ല, ആ മുറിയിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ മുറിയിൽ വെച്ചിട്ട് ലൂസി ഒരു വിചിത്രമായ ഒരു മെഷീൻ കാണുവാണ്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ മെഷീന്റെ അടുത്ത് പോയിട്ട് നോക്കുകയാണ്. അങ്ങനെ ആ മെഷീൻ്റെ അടുത്ത് പോയിട്ട് തൊടുമ്പോൾ പെട്ടെന്ന് ആ മെഷീൻ ഓൺ ആകുന്നു. അതിൽ April 16, 2003 എന്ന് എഴുതി കാണിക്കുവാണ്. അത് മാത്രമല്ല, April 18, 2024 എന്ന് താഴെയും എഴുതി കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ മെഷീനിൽ നിന്നും 2 റോബോട്ടിക് കൈകൾ പുറത്തോട്ട് വരുന്നു. അതിൽ നിന്നും ലേസർ ലൈറ്റ് പുറത്തു വന്നിട്ട് ഈ 2 ലൈറ്റും കൂടി ചേർന്നിട്ട് ഒരു പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. അതായത് ഇതൊരു ടൈം മെഷീനാണ്. അതിൽ April 16, 2003 എന്ന ടൈമിലോട്ട് April 18, 2024 നിന്നും ടൈം ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഒരു പോർട്ടൽ ഓപ്പൺ ആകുന്നു. പെട്ടെന്ന് ലൂസി അതിൽ പെട്ടുപോവാണ്. പെട്ടെന്ന് തന്നെ എല്ലാം പഴയ പോലെ ആവുകയാണ്. ലൂസി ആ ഹൗസിൽ നിന്നും പുറത്തു നോക്കുമ്പോൾ എല്ലാം ആകെ മാറിയിരിക്കുവാണ്. അതായത് അവള് 2024 നിന്നും 2003 ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുവാണ്. അവളുടെ പോക്കറ്റിലുള്ള ഫോൺ എടുത്ത് നോക്കുമ്പോൾ നോ നെറ്റ്വർക്ക് എന്നാണ് കാണിക്കുന്നത്. ഇത് കണ്ട് അവൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അവൾ നടന്ന് ടൗണിലോട്ട് വരുമ്പോൾ അവിടെ ഒരു ബാനറിൽ 2003 എന്ന് എഴുതിയിരിക്കുവാണ്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് അവളിപ്പോ 2003 ഉള്ളതെന്ന്. ലൂസി നേരെ സ്വീറ്റ്ലി ഹൈസ്കൂളിലോട്ട് പോകുവാണ്. അതായത് 2003 ലൂസിയുടെ സ്കൂളാണത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ പഠിക്കുന്നവരെല്ലാം തന്നെ പഴയ സ്റ്റൈലുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. 2024 നിന്നും വന്ന ലൂസിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ആകെ അതിശയം തോന്നുവാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് അവളുടെ മരിച്ചുപോയ ചേച്ചിയായ സമ്മറിനെയും കാണുന്നുണ്ട്. പക്ഷെ ലൂസി അവളുമായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. സമ്മർ അവളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നത് ലൂസി ഒളിഞ്ഞു നിന്ന് നോക്കുവാണ്. അങ്ങനെ ലൂസി നേരെ സയൻസ് ടീച്ചറുടെ അടുത്തോട്ട് പോകുന്നു. എന്നാൽ അയാളാകട്ടെ ചെറുപ്പമാണ്. അതായത് 20 വർഷം മുമ്പുള്ള ആളാണ് അത്. ലൂസിയെ കണ്ടിട്ട് അയാൾക്ക് തിരിച്ചറിയുന്നില്ല. ലൂസി ഞാൻ ഇവിടെയുള്ള ഒരു സ്റ്റുഡന്റ് ആണെന്ന് കള്ളം പറയുവാണ്. പിന്നെ ഞാൻ 2024 നിന്നും ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? അവിടെ വെച്ചിട്ട് ലൂസി അയാളോട് ഈ ടൈം ട്രാവലിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാട്ടോ ചോദിക്കുന്നത്. അപ്പൊ അവിടെ ക്വിൻ എന്ന് പറഞ്ഞ ആ പയ്യനെയും കാണാം. ക്വിൻ അവിടെ വന്നിട്ട് ടൈം ട്രാവലിനെ കുറിച്ചൊക്കെ അവൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ക്വിൻ ഒരു സയൻസ് ജീനിയസ് ആണ്. അപ്പൊ അവിടെ വെച്ചിട്ട് മിസ്റ്റർ പിക്കിൾ എന്ന ആ ആമയെയും അവൾ കാണുന്നുണ്ട്. എന്നാൽ കോളേജിൽ വെച്ചിട്ട് ക്വിന്നിനെ അവന്റെ സീനിയേഴ്സ് ചേർന്നിട്ട് ഒരു പുഴയിലോട്ട് കൊണ്ടുപോവാണ്. അതായത് ആ കോളേജിലെ ഒരു സ്റ്റുപ്പിഡ് ട്രഡീഷൻ ആണിത്. സീനിയേഴ്സ് ഓരോ വർഷവും ജൂനിയേഴ്സിൽ ഒരാളെ റിവറിലോട്ട് കൊണ്ടുപോയിട്ടിടും. അപ്പോൾ ക്വിന്നാണ് ഇപ്രാവശ്യം റിവറിൽ നീന്താൻ പോകുന്നത്. എന്നാൽ ലൂസി അത് തടയുവാണ്. എന്നിട്ട് ഈതൻ എന്ന് പറയുന്ന ആ പയ്യനെ ഉന്തി നിലത്തിടുവാണ് കേട്ടോ. ഈ ഈതൻ സമ്മറിന്റെ ഫ്രണ്ടാണ്. ഇതൊക്കെ സമ്മർ ആ പിള്ളേരുടെ കൂടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രിൻസിപ്പൾ വന്നിട്ട് അവരെ പറഞ്ഞു വിടുവാണ്. ലൂസി ക്വിന്നിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അവള് 2024 നിന്നും ടൈം ട്രാവൽ ചെയ്ത് വന്നതാണ്. എന്നെ തിരിച്ച് 2024 അയക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുവാണ്. അത് കേട്ട് ക്വിന്നിന് അത്ര വിശ്വാസമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവളുടെ കയ്യിലുള്ള ഐഫോൺ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ക്വിന്നിന് ഇത് എന്താ സംഭവം എന്ന് പോലും അറിയത്തില്ല കേട്ടോ. അങ്ങനെ ക്വിന്ന് ഇവള് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മനസ്സിലാവുകയാണ്. ഇവളൊരു ടൈം ട്രാവലർ ആണെന്ന് ക്വിന്നിന് മനസ്സിലായി. പെട്ടെന്ന് സമ്മർ ഇവരുടെ അടുത്തേക്ക് വരുന്നു. ലൂസിയെ കണ്ട സമ്മർ ആകട്ടെ അവളെ എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടെന്ന് അവളോട് പറയുവാണ്. അവളുടെ സിസ്റ്ററാണ് ഞാൻ 2024 നിന്നും വന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഒരു നുണ പറഞ്ഞിട്ട് ലൂസി തൽക്കാലം അവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. അങ്ങനെ ലൂസി ക്വിന്നിനെയും കൊണ്ട് ആ ടൈം മെഷീന്റെ അടുത്തോട്ട് എത്തുന്നു. എന്നിട്ട് ആ മെഷീൻ അവിടെ നിന്ന് എടുത്തിട്ട് ക്വിന്നിന്റെ ലാബിലോട്ട് കൊണ്ടുവരുവാണ്. ലൂസിയെ പോലെ ക്വിന്നും ഒരു സയൻസ് ജീനിയസ് ആണ്. അവരാ മെഷീൻ കൊണ്ടുവന്നിട്ട് അതിന്റെ പുറത്ത് ഇരുമ്പ് കവർ മാറ്റുവാണ്. അപ്പൊ അതിനുള്ളിലായിട്ട് ഒരു റെഡ് കളറിലുള്ള ഒരു സിലിണ്ടർ ഇരിക്കുന്നത് ലൂസി കാണുവാണ്. അതില് സോണർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് സോണർ എന്ന ന്യൂക്ലിയർ റിസർച്ച് സെന്ററിലാണ് ലൂസിയുടെ അച്ഛൻ വർക്ക് ചെയ്യുന്നത്. ആ സിലിണ്ടർ ആണെങ്കിലോ എംപ്റ്റി ആയിട്ടുണ്ടായിരുന്നു. ഇനി ആ സിലിണ്ടർ കിട്ടണമെങ്കിൽ ആ റിസർച്ച് സെന്ററിലോട്ട് നുഴഞ്ഞു കയറണം. എന്നിട്ട് ആ സിലിണ്ടർ അവിടെ നിന്ന് മോഷ്ടിക്കണം. അപ്പോൾ അവളുടെ അച്ഛന്റെ എൻട്രി കാർഡ് മോഷ്ടിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ലൂസി അവൾ അവിടെയുള്ള സീരിയൽ കില്ലറിന്റെ കാര്യം പറയുവാണ്. അതായത് April 16 ആദ്യത്തെ 2 പേര് കൊല്ലപ്പെടുന്നത്. അതായത് ഇന്ന് 2003 April 16 ആ സീരിയൽ കില്ലറുടെ ആക്രമണത്തിൽ നിന്നും അവരെ രക്ഷിക്കണം എന്ന് ലൂസി പറയുന്നുണ്ട്. അത് മാത്രമല്ല സമ്മർ എന്റെ ചേച്ചിയാണെന്ന് ലൂസി ക്വിന്നിനോട് പറയുവാണ്. എന്നാല് പാസ്റ്റ് നിനക്ക് മാറ്റാൻ കഴിയില്ല, അത് അപകടകരമാണെന്ന് അവൻ പറയുവാണ്. പക്ഷെ വേറെ വഴിയില്ല, അവരെ രക്ഷിക്കാനായിട്ട് ലൂസി തീരുമാനിക്കുകയാണ്. അങ്ങനെ ലൂസിയും ക്വിന്നും 2003 സമ്മറിന്റെ വീട്ടിലോട്ട് വരുവാണ്. അവിടെ വെച്ചിട്ട് സമ്മർ ലൂസിയോട് അവളുടെ പ്രൊജക്ട് വർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ക്വിന്നാണെങ്കിൽ അവിടെയുള്ള ഒരു മോളില് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അങ്ങനെ ലൂസിയെ സമ്മറിന്റെ വീട്ടിലാക്കിയിട്ട് ക്വിൻ അവിടെ നിന്നും പോകുവാണ്. ആ വീട്ടിൽ വെച്ചിട്ട് ലൂസി അവളുടെ പാരന്റ്സിനെ കാണുന്നുണ്ട്. എന്നാൽ ഇത് ആരാണെന്ന് പോലും അവർക്കൊരു ഐഡിയ ഇല്ല.
സമ്മർ ലൂസിയെ ഫ്രണ്ട് ആണെന്ന രീതിയിലാണ് വീട്ടിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അവരെല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കുന്നു. അതിന്റെ ഇടയിൽ ലൂസിയോട് അവളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സമ്മറിന്റെ പാരന്റ്സ്, അതായത് ലൂസിയുടെ പാരന്റ്സ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ സമ്മർ ലൂസിക്ക് അവളുടെ കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്യാൻ കൊടുക്കുവാണ്. എല്ലാം 2003 സ്റ്റൈലാണ്. ലൂസിക്ക് അതിൽ ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ സമയം പോയ കാര്യം ലൂസി അറിഞ്ഞതേയില്ല. ഇന്ന് രാത്രിയാണ് ബ്രയനെയും വാൽവിയെയും ആ സീരിയൽ കില്ലർ കൊല്ലാൻ പോകുന്നത്. അതും ക്വിന് വർക്ക് ചെയ്യുന്ന ആ മാളിൽ വെച്ചിട്ടാണ് ഈ കൊലപാതകമൊക്കെ നടക്കുന്നത്. ലൂസി ഉടനെ തന്നെ അവിടെ നിന്നും ഇറങ്ങി മാളിലോട്ട് പോകുന്നു. അവിടെ ബ്രയനും വാൽവിയും ഷോപ്പിങ്ങിലായിരുന്നു. അങ്ങനെ വാൽവ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന്റെ ഇടയിൽ ആ സീരിയൽ കില്ലർ വന്നിട്ട് ബ്രയനെ കൊല്ലുന്നു. ബ്രയൻ മരിച്ചു കിടക്കുന്നത് കണ്ട വാൽവ അവിടെ നിന്നും പേടിച്ച് ഓടുവാണ്. എന്നാൽ അതിന്റെ ഇടയിൽ ലൂസി വന്നിട്ട് വാൽവയെ ആ സീരിയൽ കില്ലറിന്റെ അടുത്ത് നിന്ന് രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കില്ലറിന്റെ അടുത്ത് നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എസ്കലേറ്ററിലൂടെ ഓടുന്നതിനിടയിൽ വാൽവ കാല് തന്നെ വീഴുന്നു. ആ കില്ലറിന്റെ അടുത്തോട്ട് ചെല്ലുവാണ്. അങ്ങനെ ആ കില്ലർ വാൽവയെ കൊല്ലുന്നുണ്ട്. അത് മാത്രമല്ല, ഇവരുടെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വന്ന സെക്യൂരിറ്റി ഓഫീസറെയും ആ കില്ലർ കൊന്നുകളയുവാണ്. അതായത് 2003 രണ്ടുപേരാണ് ആ മാളിൽ വെച്ച് കൊല്ലപ്പെട്ടതെങ്കിൽ ഇപ്പോ ആ സെക്യൂരിറ്റിക്കാരനെ ചേർത്ത് 3 പേര് കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ക്വിനും ലൂസിയും ആകെ ഷോക്കായിരിക്കുവാണ്. ക്വിനും ലൂസിയും അവിടെയുള്ള ഒരു ബോട്ടിലോട്ട് പോവാട്ടോ. അവിടെയാണ് ക്വിൻ താമസിക്കുന്നത്. ക്വിൻ അവളോട് പറയുവാണ്, നീ പാസ്റ്റിനെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കൂടുതൽ അപകടമാകും. ആ സെക്യൂരിറ്റിക്കാരൻ മരിച്ചത് നീ കണ്ടില്ലേ? ശരിക്കും അയാള് നേരത്തെയുള്ള ടൈം ലൈനിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ലൂസി ഇടപെട്ടത് കാരണമാണ് അയാൾ മരിച്ചത് എന്ന് അവൻ പറയുന്നുണ്ട്. ലൂസി പിറ്റേ ദിവസം അവളുടെ വീട്ടിൽ ചെന്നിട്ട് അവളുടെ അച്ഛന്റെ ആ പാസ് കാർഡ് എടുക്കാൻ നോക്കുവാണ്. അപ്പോ സമ്മർ അങ്ങോട്ടേക്ക് വരുന്നു. ലൂസി എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സമ്മർ അവളോട് സത്യം പറയാനായിട്ട് പറയുവാണ്. അങ്ങനെ ലൂസി എല്ലാ കാര്യങ്ങളും പറയുവാണ്. അതായത് ഞാൻ നിന്റെ സിസ്റ്ററാണ്, ഫ്യൂച്ചറിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല അവൾക്ക് കിട്ടിയ ആ പേപ്പർ റൈറ്റിംഗ് ഉണ്ടല്ലോ, അത് സമ്മറിന് കാണിച്ചു കൊടുക്കുവാണ്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് സമ്മർ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അത് മാത്രമല്ല സമ്മർ അവളുടെ ഫ്രണ്ട്സ് മരിച്ച ന്യൂസ് പേപ്പറിൽ കാണുന്നുണ്ട്. അങ്ങനെ ലൂസി ക്വിനിന്റെ അടുത്ത് ചെന്നിട്ട് ആ ടൈം മെഷീൻ എത്രയും വേഗം ശരിയാക്കാനായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ ക്വിൻ അവളോട് നീ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് സമ്മർ വരുന്നു. എന്നിട്ട് ലൂസിയോട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ്. പക്ഷെ ഭാവി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും ലൂസിക്ക് പറയാനും പറ്റില്ല. പക്ഷെ ലൂസി ഒരു കാര്യം പറയുന്നുണ്ട്, ഇന്ന് രാത്രി എം.എ. ഗോൾഡൻ എന്ന ആ പെണ്ണ് മരിക്കുമെന്ന് പറയുവാണ്. അപ്പോ എന്ത് വില കൊടുത്തിട്ടും അത് തടയണം എന്ന് പറഞ്ഞിട്ട് അവര് 3 പേരും ആ കില്ലറിനെ തടയാനായിട്ട് പോകുവാണ്. ഈ സമയം എം.എ. ഗോൾഡൻ മ്യൂസിയത്തിലുള്ള ഒരു ഷിപ്പിലാണുള്ളത്. അവിടെ നൈറ്റ് ടൈം ക്ലീനിങ് വർക്കിലാണ് കേട്ടോ അവള്. ചെവിയിൽ പാട്ടും വെച്ച് അങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവള്. ഈ സമയം ലൂസിയും സമ്മറും ക്വിനും ആ ഷിപ്പിലോട്ട് വരുന്നു. ആ കില്ലറിൽ നിന്നും എം.എ. അവര് രക്ഷിക്കുവാണ്. അങ്ങനെ എം.എ. അവളുടെ വീട്ടിലോട്ട് കൊണ്ടുവിടുവാണ്. അപ്പോഴാണ് ലൂസിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. അതായത് സമ്മറും എം.എയും കപ്പിൾസ് ആണെന്ന്. പിറ്റേന്ന് ഈ കാര്യം സമ്മറിനോട് ചോദിക്കുന്നുണ്ട് ലൂസി. സമ്മറിനാണെങ്കിൽ എം.എ. വളരെ ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ ഈ കാര്യം സമ്മർ അവളുടെ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ലൂസി അന്ന് സമ്മറിനൊപ്പം സ്റ്റേ അടിക്കുന്നു. പിറ്റേന്ന് പുലർച്ചെ ആരും കാണാതെ അച്ഛന്റെ പാസ് കാർഡ് എടുക്കാനായിട്ട് ലൂസി വരുവാണ്. അങ്ങനെ അതും എടുത്തുകൊണ്ട് ലൂസി അവിടെ നിന്നും പോകുന്നു. ലൂസി നേരെ പോയത് ക്വിന്നിന്റെ ലാബിലോട്ടാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ ടേബിളിൽ ഒരു ലെറ്റർ ഇരിക്കുന്നത് കാണുവാണ് കേട്ടോ. അതില് ക്വിന് സമ്മറിനോടുള്ള ഇഷ്ടം ഒരു ലെറ്റർ ആയിട്ട് എഴുതിയിരിക്കുവാണ്. പെട്ടെന്ന് ക്വിൻ അങ്ങോട്ടേക്ക് വരുന്നു. ലൂസി വേഗം ആ ലെറ്റർ എൻവലപ്പിൽ ഇടുവാണ്. ലൂസി എന്നിട്ട് ഒരു കാര്യം ക്വിന്നിനോട് പറയുവാണ്, എനിക്ക് തിരിച്ചു പോകണം. സമ്മർ മരിക്കുന്നത് തടയാനായിട്ട് എനിക്കാകില്ല. കാരണം അവൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവളുടെ പാരന്റ്സ് ലൂസിക്ക് ജന്മം നൽകുന്നത്. സമ്മർ മരിച്ചില്ലെങ്കിൽ ലൂസി എന്ന ഞാൻ ഒരിക്കലും ജനിക്കില്ല എന്ന് പറയുവാണ്. പക്ഷേ ക്വിന്നിനാണെങ്കിലോ സമ്മറിനെ രക്ഷിക്കുകയും ചെയ്യണം. കാരണം ക്വിന്നിനെ സമ്മറിന് ഇഷ്ടമാണ്. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ലൂസി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. എന്നിട്ട് സമ്മറിന്റെ അടുത്ത് പോയിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. സമ്മർ, നീ മരണപ്പെട്ടാലേ എനിക്ക് ജനിക്കാൻ കഴിയൂ. പക്ഷേ എനിക്ക് നിന്റെ മരണത്തിലോട്ട് വിടാനും കഴിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷങ്ങൾ നിന്റെ കൂടെയാണ്. നീ ഇല്ലാതായാൽ ഞാനും ഇല്ലാതാകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് അവള് സമ്മറിനോട് പറയുന്നു. അങ്ങനെ ലൂസി സമ്മറിനെ ആ കൊലയാളിയിൽ നിന്നും രക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ രാത്രിയായി. ലൂസിയും ക്വിന്നും ആ ന്യൂക്ലിയർ സെന്ററിലോട്ട് ആരും കാണാതെ കയറുവാണ്. ഈ സമയം സമ്മർ ആ പാർട്ടിക്കും പോകുന്നുണ്ട്. അതായത് ഏപ്രിൽ 18, 2003 ആ നൈറ്റ് പാർട്ടിക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം കണ്ട ആ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ സമ്മർ അതുവരെ ചെയ്യാൻ മടിച്ചിരുന്ന ഒരു കാര്യം ചെയ്യുവാണ്. എം.എ. ഗോൾഡിനെ പോയിട്ട് പ്രപ്പോസ് ചെയ്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ കിസ് ചെയ്യുവാണ്. അങ്ങനെ അവള് വേഗം പുറത്തോട്ട് പോകുന്നു. ഈ സമയം സമ്മറിനെ കൊല്ലാനായിട്ട് ആ കില്ലർ കാത്തു നിൽക്കുമായിരുന്നു. സമ്മർ വേഗം അവിടെയുള്ള ഒരു റൂമിലോട്ട് കയറുവാണ്. ലൂസിയും ക്വിന്നും ആ സിലിണ്ടർ മോഷ്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ മരിച്ചു കിടക്കുന്നത് കാണുവാണ്. ഇയാളെ ആ സീരിയൽ കില്ലർ കൊന്നിരിക്കുവാണ്. സമ്മർ ആണെങ്കിലോ ആ കില്ലറിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്
ഇരുട്ടുള്ള ആ മുറിയിൽ വന്ന് ഒളിക്കുന്നു. എന്നാലേ അങ്ങോട്ടേക്ക് ആ കില്ലർ വരുന്നു. അങ്ങനെ ആ കില്ലർ സമ്മറിനെ കൊല്ലുമെന്ന് വിചാരിച്ചിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ഒരു കാറ് സ്പീഡിൽ വന്നിട്ട് ആ കില്ലറെ ഇടിച്ചിടുവാണ്. അങ്ങനെ സമ്മർ അവരുടെ കാറിൽ കയറുന്നു. അപ്പോൾ ആ കില്ലറെ എണീറ്റ് വരുവാണ്. വണ്ടിയുടെ അടുത്ത് വന്നിട്ട് അയാളുടെ മുഖംമൂടി മാറ്റുന്നുണ്ട്. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. ആ മുഖംമൂടിയിട്ട ആ കില്ലർ ക്വൻ ആണ്. അതും മറ്റൊരു ടൈം ലൈനിൽ നിന്നും വന്ന ക്വൻ. ഇത് കണ്ട് അവര് ഞെട്ടിപ്പോവുകയാണ്. കാറിലുള്ള ക്വന്നിനോട് വേഗം തന്നെ വണ്ടിയെടുത്ത് പോകാൻ പറയുന്നു. അങ്ങനെ അവര് വേഗം ക്വന്നിന്റെ ലാബിലോട്ട് വരുവാണ്. പക്ഷേ ആ കില്ലർ അവന്റെ ലാബിലോട്ട് വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ആ കില്ലർ ക്വന്നിനോട് സംസാരിക്കുന്നുണ്ട്. ഇവൻ എങ്ങനെ അല്ലെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരെ കൊന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ക്വന്നിന്റെ പഴയ ടൈം ലൈനിൽ സീനിയേഴ്സ് അവനെ റാഗ് ചെയ്തിട്ട് ആ റിവറിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. എന്നാൽ ഈ ടൈം ലൈനിലാകട്ടെ ലൂസി അത് തടയുവാണ്. പക്ഷെ ആ പഴയ ടൈം ലൈനിൽ അവരെ തടയാനായിട്ട് ലൂസി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് ക്വന്നിന് ഭയങ്കര സങ്കടവും ദേഷ്യവും ഉണ്ടാവുകയാണ്. ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ നിന്ന് ചിരിച്ച അല്ലെങ്കിൽ അവനെ കളിയാക്കി അവരെ കൊല്ലാനായിട്ട് അവൻ തീരുമാനിക്കുകയാണ്. സമ്മറിനെ കൊല്ലാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. അന്ന് അവൻ ലവ് ലെറ്റർ കൊടുത്തപ്പോൾ അത് വാങ്ങാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ അവൾ മൈൻഡ് പോലും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ആ ടൈം മെഷീൻ ഉപയോഗിച്ചിട്ട് അവൻ ഓരോ ആൾക്കാരെ കൊന്ന് അവിടെ നിന്നും പോയി എന്നാണ് പറയുന്നത്. സമ്മറിനെയും കൊന്ന് അവിടുന്ന് ടൈം ട്രാവൽ ചെയ്തത് കൊണ്ടാണ് അവളുടെ മരണത്തിന് 20 വർഷത്തിന് ശേഷവും ആ കില്ലറെ കണ്ടുപിടിക്കാനായിട്ട് പോലീസുകാർക്ക് കഴിയാതിരുന്നതും. എന്നാൽ അതിന്റെ ഇടയിൽ ലൂസി ആ ന്യൂക്ലിയർ സെന്ററിൽ നിന്നും മോഷ്ടിച്ച ആ സിലിണ്ടർ ആ ടൈം മെഷീനിൽ വെക്കുന്നു. അങ്ങനെ മെഷീൻ ചാർജ് ആവുകയാണ്. ലേസർ ലൈറ്റ് പുറത്തു വന്നിട്ട് 2024 ഒരു പോർട്ടൽ ഓപ്പൺ ആകുന്നു. അങ്ങനെ ലൂസിയും കില്ലർ ക്വീനും കൂടി 2024 പോവുകയാണ്. അവിടെ വെച്ച് ആ കില്ലർ ലൂസിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ അവിടെയുള്ള ഒരു ഇലക്ട്രിക് ചാർജർ ഉപയോഗിച്ച് ആ കില്ലറെ ലൂസി താഴെ ഇടുവാണ്. അവൻ മരിച്ചോ എന്ന് നോക്കുന്നതിന്റെ ഇടയിൽ അവൻ ലൂസിയെ കയറി പിടിക്കുന്നു. അവന്റെ കയ്യിലെ കത്തി എടുത്തിട്ട് ലൂസി അവനെ കുത്തുന്നുണ്ട്. അങ്ങനെ ആ കില്ലർ ക്വൻ മരിക്കുവാണ്. ഈ സമയം 2003 സമ്മറും ക്വന്നും ലൂസി പോയ വിഷമത്തിൽ ഇരിക്കുവാണ്. എന്നാൽ അങ്ങോട്ടേക്ക് ലൂസി ടൈം ട്രാവൽ ചെയ്ത് വരുന്നു. അങ്ങനെ ലൂസിയും സമ്മറും ഒന്നിക്കുവാണ്. പിന്നീട് ലൂസി 2003 തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുവാണ്. അങ്ങനെ സമ്മറിന്റെ കൂടെയും അവളുടെ ഫാമിലിയുടെ കൂടെയും ലൂസി താമസിക്കുവാണ്. അങ്ങനെ ലൂസിയും സമ്മറും ഒരുമിച്ചിരിക്കുന്നത് കാണിച്ചിട്ട് ഈ മൂവി ഹാപ്പി ആയിട്ട് എൻഡ് ആവുകയാണ്. സോ ടൈം കട്ട് എന്ന മൂവി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നല്ലൊരു ടൈം ട്രാവൽ മൂവി തന്നെയാണിത്. ഹൊറർ മൂഡിലാണ് മൂവി സ്റ്റാർട്ടിങ്ങിൽ പോകുന്നതെങ്കിലും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ് ടൈം കട്ട്. ഈ മൂവി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഈ മൂവി ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു മൂവിയുടെ വിവരണവുമായിട്ട് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.